നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട് വാങ്ങിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ട് സ്ഥലം നോക്കാനൊക്കെ പോകുമ്പോഴൊക്കെ ഈ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണല്ലേ. എന്തായാലും നമുക്കിന്ന് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റുമായ ശ്രീ കെ മുരളീധരൻ നായരാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഇപ്പം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് സാറിന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ വാസ്തുശാസ്ത്രത്തെ കുറിച്ച്. അന്നും വാസ്തുശാസ്ത്രം അന്നും ഇന്നും എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, ഒത്തിരി വാസ്തുശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. എന്താണ് ഈ മറ്റു പുസ്തകങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത ഈ അന്നും ഇന്നും എന്ന ഈ സാറിന്റെ വാസ്തുശാസ്ത്രം അന്നും ഇന്നും എന്ന പുസ്തകത്തിനുള്ളത്? അതായത് സാധാരണ ഈ വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് വിവർത്തനങ്ങൾ ധാരാളമുണ്ട്. പിന്നെ വളരെ സംസ്കൃത ഭാഷയും കടുംപിടുത്തമുള്ള ഭാഷ ബന്ധപ്പെടുത്തി ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനെ വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ. പണ്ട് കാലം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ വാസ്തുശാസ്ത്രം എന്നുള്ള ഈ സബ്ജക്റ്റ് ജനകീയമാക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ആദ്യമായിട്ട് DVD ഒക്കെ പുറത്തേക്ക് കൊടുത്ത് ചെറിയ ലേഖകൾ പത്രമാസികങ്ങൾ കൂടെയും അങ്ങനെ ധാരാളം എന്നാൽ കഴിയുന്ന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തമ്പാൻ സാറും കൃഷ്ണകുമാർ സാറൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു വളരെ ലളിതമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകണം ആ രീതിയിൽ ഒരു പുസ്തകത്തിൻ്റെ തന്നിരുന്നാൽ ഞങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ പുസ്തകം പുറത്തിറക്കുക. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ട് പുസ്തകം ഇറക്കുന്നത് എനിക്ക് നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ. അപ്പോഴും ഞാൻ ധാരാളം പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഞാൻ എഴുതുമ്പോൾ ഫ്രം ദി ഡയറി എന്നുള്ളൊരു കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അനുഭവക്കുറിപ്പ് ധാരാളം കാരണം ഓരോ വീട് നോക്കുന്ന അനുഭവങ്ങളിനോട്. അപ്പോൾ അതെല്ലാം കൂടെ പിന്നെ ഇതിനകത്ത് കൊടുത്തുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് വളരെയധികം അത് സ്വീകരിച്ചു. കാരണം അത് വളരെ വിജയം തന്നെയാണ്. കേരള ഭാഷ അവർ തന്നെ പറഞ്ഞു അത് പുറത്തൊക്കെ നല്ല രീതിയിൽ അത് സെയിലായി പോകുന്നുണ്ട്. കുറച്ച് പൈസയുള്ളൂ, 90 രൂപ മാത്രമേ പുസ്തകത്തിന് വിലയുള്ളൂ. അതുകൊണ്ട് ധാരാളം എല്ലാവരും വായിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ളത് അതെ വളരെ ലളിതമാണ്. എന്നെക്കാട്ടി ലളിതമാക്കി ഒരു പുസ്തകം ഇറക്കാൻ സാധിക്കില്ല കേട്ടോ. അത്രത്തോളം ലളിതമാക്കിയാണ് എഴുതിയിട്ടുള്ളത്. സാർ, ഇത് മലയാളത്തിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ടോ? എനിക്കത് ഇംഗ്ലീഷിലേക്ക് ആക്കിയേക്കുള്ളതെന്ന് ആഗ്രഹമുണ്ട്. അത് ഇംഗ്ലീഷിലാക്കണമെന്ന് എനിക്ക് താല്പര്യം എനിക്കുണ്ട്. അത് പറ്റുമെങ്കിൽ ഞാൻ അത് ഇംഗ്ലീഷിലേക്ക് ഇറക്കും കേട്ടോ. എന്തായിരുന്നാലും ഈ പുസ്തകം ജനങ്ങൾ അത് സ്വീകരിച്ചു എന്നുള്ളത് ഒരുപാട് ആൾക്കാർ വായിച്ചിട്ട് എന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. അത് നന്നായിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇത്ര ലളിതമായിട്ട് ആദ്യത്തെ പുസ്തകം എന്ന് തന്നെ പറയാം ഈ പുസ്തകം. സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സുനി എന്നാണ്, പൊന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം, പറയൂ. സാർ, ഞങ്ങളുടെ വീടിന്റെ മുൻഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. ബാക്ക് വശം അടുക്കള ഭാഗം വരുന്നത് കിഴക്ക് ഭാഗത്തുമാണ്. ഞങ്ങളുടെ ഈ സെപ്റ്റി ടാങ്ക് വന്നേക്കുന്നത് വടക്ക് പടിഞ്ഞാറ് കോർണറിലാണ് വന്നിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് കോണെന്ന് വെച്ചാൽ വായു കോണാണ് കേട്ടോ. വടക്ക് പടിഞ്ഞാറ് ആ മൂല ഭാഗത്തായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. 5 സെന്റേ ഉള്ളു. അതുകൊണ്ട് അവിടെ ഒരാൾ പറഞ്ഞിങ്ങനെ അവിടെ കുഴിക്കാൻ പറഞ്ഞു. അത് വല്ല ദോഷമാണോ? പക്ഷെ ഞങ്ങളിപ്പോ വീട് വെച്ചിട്ട് ഇപ്പം 2 വർഷം ആയതേ ഉള്ളൂ. നല്ല ബിസിനസ്സിലൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും ഒന്നിനും തികയുന്നില്ല. പൈസക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാ. തികയുന്നില്ല, അതാ ഞങ്ങളുടെ പ്രശ്നം. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് സെപ്റ്റി ടാങ്കുകളിൽ ഒരു വീടിന്റെയും 4 മൂലകൾ ചേർത്ത് എടുക്കരുത്. അത് ഈ ഊർജ്ജഭാവം ചുറ്റി വരുമ്പോൾ ഈ കോണുകളെന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ് കോണെന്ന് പറയുന്നത്. അവിടെ ഈ മൂലകൾ ചെയ്യുമ്പോൾ ഇത് എർത്തായി പോകും. മനസ്സിലായില്ലേ? വീട്ടിനുള്ളിലേക്ക് കടക്കുന്നതിന് പകരം ഈ കുഴികളിലേക്ക് ഊർജ്ജഭാവം എർത്തായി പോകും. അതുകൊണ്ടാണ് മൂല ചേർത്ത് സെപ്റ്റി ടാങ്ക് എടുക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്നുള്ള വായു കോണം എന്നുള്ള ഭാഗത്ത് സെപ്റ്റി ടാങ്ക് നിൽക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കുന്നത് ഉചിതമായിരിക്കും കേട്ടോ. കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ എടുക്കാം. കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതല്ലെങ്കിൽ മൂല വരാത്ത ഭാഗത്ത് എടുക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, ഇപ്പൊ നമുക്കൊരു വാസ്തുശാസ്ത്രത്തിന്റെ ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് വാസ്തുശാസ്ത്രത്തിന് ഒരു വീടിന് സ്ഥാനം നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ
അതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സാധിക്കും? അല്ല, അത് സാധിക്കില്ല. കാരണം പലരും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പുസ്തകം ഇറക്കി കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. സ്വന്തമായിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയ പുസ്തകം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരവരുടെ വീടിന് എന്തെങ്കിലും അപാധ ഉണ്ടോ എന്ന് ഈ പുസ്തകം വായിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകും. ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന കുഴപ്പമുണ്ട് എന്ന് അവർക്ക് ശരിക്കും മനസ്സിലാകും. പക്ഷേ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞത് അത് നടക്കില്ല. കാരണം ഇതിനൊരു സത്യമുണ്ട്. അത് ഈശ്വരൻ്റെ ഒരു കൃപ ഉണ്ടായിരിക്കണം, ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം, പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ദൈവീയമായ ഒരു അനുഭൂതിയൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നിൽക്കുകയാണ്, ഒരു വീടിന് സ്ഥാനം കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു വീടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു ആർജവമുണ്ട്. ആ ഭൂമിയെപ്പറ്റി എങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഒരു വീടിന് വേണ്ടി നമ്മൾ സ്ഥാനം നിർണ്ണയിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അതാ പറഞ്ഞത്, ആദ്യം നമ്മളൊരു ഭൂമി ചെന്ന് നിന്ന ശേഷം അവിടുത്തെ ഊർജ്ജ ലെവൽ, അതായത് സൂര്യകിരണങ്ങൾ ഏത് രീതിയിലാണ് ആ ഭൂമി. നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ. നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്ന്. പറയൂ. പാലക്കാട് നിന്ന് ആരാണ്? സുശീല. ഓക്കെ, സാറിനോട് സംസാരിച്ചു. പറഞ്ഞോളൂ. സർ, ഞങ്ങൾക്ക് ഈ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്ന ഭാഗത്താണ് ഈ സെപ്റ്റി ടാങ്ക് വന്നിരിക്കുന്നത്. അത് മാറ്റി സ്ഥാപിക്കാനായിട്ട് നമ്മൾക്ക് സ്ഥലം സൗകര്യം കുറവാണ്. അതുകൊണ്ട് ദോഷങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കാണുന്നൊക്കെയുണ്ട്. ഒരുപാട് വിഷമങ്ങളും കയ്യിൽ എത്ര പൈസ വന്നാലും കാണായി എല്ലാം ഉണ്ട്. അതിന് എന്താണ് നമുക്ക് ഈ തെക്ക് പടിഞ്ഞാറ് മൂലയെന്ന് പറയുന്നത് കന്നിമൂല, അതായത് നിരതി കോണെന്ന് പറഞ്ഞ ഏറ്റവും ഒരു വീടിനെ സംബന്ധിച്ചിട്ട് മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് ഒരിക്കലും തന്നെ സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ലാത്ത ഭാഗം കൂടെയാണ്. ഞാൻ നേരത്തെ ഒരു കാളിന് മറുപടി പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാണ്. നിങ്ങളുടെ ഈ പറയുന്ന കന്നിമൂല ഭാഗത്താണ് സെപ്റ്റി ടാങ്ക് കിടക്കുന്നത്. അത് തീർച്ചയായിട്ടും മാറ്റിയേ തീരൂ കേട്ടോ. സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ ഭാഗത്ത് നിന്ന്, കന്നിമൂല ഭാഗത്ത് നിന്ന് സെപ്റ്റി ടാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി തന്നെ വേണം കേട്ടോ. എങ്കിൽ മാത്രമേ ഐശ്വര്യങ്ങൾ ഉണ്ടാവൂ. അല്ലെങ്കിൽ എന്നും ദുരിതങ്ങളായിരിക്കും, അസുഖങ്ങളായിരിക്കും. ഒരിക്കലും കിഴക്ക് ഭാഗത്ത് മാറ്റാം, പടിഞ്ഞാറ് ഭാഗത്ത് മാറ്റാം, കോണുകളല്ലാത്ത ഭാഗത്ത് എവിടെ വേണോ മാറ്റാം. സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന ഭാഗത്തേക്ക് സെപ്റ്റി ടാങ്ക് മാറ്റുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മള് വീടിന്റെ സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ അത് നമ്മളിപ്പോഴും ഒരു ഭൂമിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സൂര്യകിരണങ്ങൾ എല്ലാ ഭൂമിയിലും ഒരേ രീതിയിലല്ല പതിക്കുന്നത്. അതാണ് ഭൂമിയെപ്പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. ഇതുകൊണ്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ ഊർജ്ജ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എയർ പാസിങ് എങ്ങനെയാണ്, അവിടുത്തെ ആ ഭാഗത്ത് കാറ്റിൻ്റെ ഗതി എങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് ഒരു വർഷത്തിൽ 9 മാസവും. ബാക്കി 3 മാസം മാത്രമേ മറ്റു ദിക്കുകളിൽ നമുക്ക് കാറ്റ് ശരിയായിട്ട് കിട്ടുന്നുള്ളൂ. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ബെഡ്റൂം കൊടുക്കുന്നതിൽ അതിലൊരു പ്രധാന ബെഡ്റൂം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു കാര്യം കൂടെ ഉണ്ട്, ഇല്ലാന്നല്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മൾ വീക്ഷിക്കണം. ഈ പ്രതികൂലമായിട്ട് ചില നെഗറ്റീവ് എനർജിയുള്ള പല വൃക്ഷങ്ങളുണ്ട്. അതങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നിന്ന് അതേ കോമ്പൗണ്ടിനകത്ത് വരെയാണെങ്കിൽ മാറ്റണം. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത എങ്ങനെയാണെന്ന് നോക്കണം. വെള്ളം കിട്ടേണ്ട സാധ്യതയുള്ള ഭൂമിയാണോ എന്ന് വളരെ വ്യക്തമായിട്ട് നോക്കണം. അത് വെള്ളം കിട്ടാൻ കിണറിനൊക്കെ കുഴിക്കാൻ സ്ഥലമുണ്ടെന്ന് അവിടുത്തെ വൃക്ഷങ്ങളെ പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടുത്തെ അതിൻ്റെ ഇലകളുടെ പച്ചപ്പും മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജലം കിട്ടുന്നതാണ്. പിന്നെ ചില പാറയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, നല്ല ഡ്രൈ ആയിട്ടുള്ള ഭൂമികൾ, മുൾച്ചെടികൾ വളർന്നത് ആ ഭൂമി. അപ്പം നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു പാറയുള്ള ഭൂമിയിൽ വീട് വെക്കാൻ പാടില്ല എന്നാണ് ശരിക്കും പറഞ്ഞിരുന്നാൽ. പാറയുള്ള ഭൂമിയിൽ വീട് വയ്ക്കുന്നത് നല്ലതല്ല. പക്ഷെ ഇപ്പോൾ പാറയെല്ലാം തന്നെ അടിച്ചു മാറ്റി കളഞ്ഞിട്ട് പലയിടം വീട് വയ്ക്കുന്നുണ്ട്. പണ്ടൊക്കെ തന്നെ റെസിഡൻസ് പർപ്പസ് ആയിട്ട് എടുക്കുന്നത് നല്ല നല്ല ഭൂമികൾ തന്നെയാണ്. ഇപ്പോഴിപ്പോൾ സെപ്റ്റിക്കകത്ത് ഇപ്പോൾ അതൊന്നും തന്നെ നോക്കുന്നില്ല. എങ്കിലും നമുക്ക് ശാസ്ത്രവിധി അനുസരിച്ച് നോക്കിയായിരുന്നാൽ പാറഭാഗത്ത് വീട് വയ്ക്കുന്നത് നല്ലതല്ല കേട്ടോ. അതാണ് എൻ്റെ തത്വം. അപ്പോൾ ഇങ്ങനെ അനുകൂലമായ ഉള്ള ഒരു ഭൂമിയിൽ നമുക്ക് കണ്ടുപിടിച്ച് അവിടെ ഗൃഹം പണിഞ്ഞിരുന്നാൽ എല്ലാം നന്നായിരിക്കും. പിന്നെ അതിനകത്ത് തന്നെ പ്രത്യേകത ഉണ്ടത്, ഇപ്പോൾ എല്ലാവർക്കും കിഴക്ക് ദർശനമുള്ള വീട് വയ്ക്കാൻ സാധിക്കില്ല, വടക്ക് ദർശനമുള്ള വീട് വയ്ക്കാൻ സാധിക്കില്ല. ദിക്കുകൾ മഹാദിക്കുകളായ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഒക്കെ പിന്നെ അഷ്ടദിക്കുകൾ അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ ആര് വീട് വെച്ചിരുന്നാലും ഏതെങ്കിലും ഒരു ഭാഗം റോഡുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വഴിയെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ വഴിക്ക് അഭിമുഖമായിരിക്കും വീട് പണിയുന്നത്. അതിപ്പോൾ സ്വാഭാവികമാണത്. എങ്ങനെയായിരുന്നല്ലോ അതങ്ങനെ ചെയ്യുള്ളൂ.
അപ്പോൾ വഴിക്ക് അഭിമുഖമായിട്ട് വീട് പണിയുമ്പോൾ ദിക്കുകൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ചില വിദിക്കിലേക്ക് വരും. ദിക്കുകൾക്ക് അതീതമല്ലാത്ത രീതിയിൽ നമുക്ക് 15 ഡിഗ്രി വരെ നമ്മൾ വീട് പണിയുമ്പോൾ സൂര്യൻ്റെ നമ്മൾ കിഴക്കോട്ട് നോക്കി നിന്നാൽ സൂര്യൻ ഒക്കെ ചരിഞ്ഞ് നിൽക്കുന്ന ആ പൊസിഷനെ എടുക്കാം. 15 ഡിഗ്രി കൂടുതൽ വരികയാണെങ്കിൽ അത് നല്ലതല്ല. ആ ഭാഗത്തേക്ക് ഊർജ്ജ വരെ സൂര്യകിരണങ്ങൾ ഏറ്റവും കൂടുതൽ പതിയില്ല, ചരിഞ്ഞ. ഉത്തരായനം ദക്ഷിണായനം എന്നുള്ളൊരു കണക്കുണ്ട്. ഇപ്പോഴും ശരിക്കും ഉത്തരായനം നടക്കുന്ന സമയമാണ്. അത് ഏകദേശം ഒരു ജൂലൈ ഒരു 13-ാം തീയതി വരെയൊക്കെ വരും. അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് 15 ഡിഗ്രി തിരിച്ച് തെക്കോട്ട് വരും, ദക്ഷിണായനം തുടങ്ങും. അപ്പോൾ ആ ഭാഗത്തേക്ക് പൊസിഷൻ കണക്കാക്കി കോമ്പസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു 3 സെൻറ്റ് തറയേ ഉള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ കോണോട് കോണ് പിടിച്ച് വീട് വയ്ക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. അപ്പോൾ അതിനുവേണ്ടി അതനുസരിച്ച് പണ്ട് കാലത്തൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടം. പിന്നെ അവിടെ എവിടെ വേണം നോക്കിയെടുത്ത് വയ്ക്കുക. ഇന്നിപ്പോൾ അത് പറ്റില്ലല്ലോ. ജനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ഭൂമി വർദ്ധിക്കുന്നില്ല. അപ്പൊ അത് കണക്കാക്കി ചെയ്യാൻ പറ്റുള്ളൂ. സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ വർക്കരയാണ്. ആരാണ്? പതിയമ്മയാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ രമ. സാർ, ഞങ്ങളെ വീടിന് 4 മുറിക്കൊരു വീടായിരുന്നു. ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മുറി കട വെച്ച്, പിന്നെ അതിന്റെ ബാക്കിലായിട്ട് ഒരു മുറിയും വെച്ച്. അപ്പോഴത്തേക്ക് വീട് വലുതാക്കിയപ്പോഴത്തേക്ക് മയ്യവാതിൽ അടഞ്ഞു പോയെന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കാനായിരുന്നു. മയ്യവാതിൽ അടഞ്ഞു പോയെന്ന് ആരാ പറയുന്നത്? വീട് വലുതാക്കിയപ്പോഴത്തേക്ക് സാധാരണ നമ്മളെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് റോഡാണ്. കിഴക്ക് ഭാഗത്തുനിന്ന് ഇടനാഴി കൂടെ കാറ്റ് പാസ് ചെയ്യുന്നതുണ്ട്. പിന്നെ വീടിനകത്ത് എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പം പറഞ്ഞു. അതായത് എനിക്ക് നിങ്ങൾ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലഭാഗം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു വീടിനോട് ചേർന്നല്ലേ തള്ളിയെടുത്തിട്ടുള്ളത്? വീടിന്റെ ഒരു ഭിത്തിയുണ്ട്. അത് അവിടെ ശരിയായിട്ട് പറഞ്ഞിരുന്നല്ല, അവിടെ നിങ്ങളുടെ വീടിന്റെ ആ കണക്കിന് അപാകത സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീട് നേരത്തെ ഇരുന്ന വീടിന് ആ ഒരു സന്തുലനാവസ്ഥ ഔട്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ആ കണക്ക് പോയി. ആ കണക്ക് പോയെന്ന് വെച്ചാൽ ഏത് ഒരു ചെറിയ വീടായിരുന്നാലും വലിയ വീടായിരുന്നാലും ആദ്യം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അനുകൂലമായ നിലപാടുണ്ടായിരിക്കും. എല്ലാം അതിന്റെ ഊർജ്ജ ലെവൽ എല്ലാത്തിനും ഉണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ എല്ലായിടത്തും പറ്റുന്നത് തന്നെ വളരെ നല്ല രീതിയിലൊരു കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് അത്യാവശ്യം മുറികളൊക്കെ ആണ്. ഈ മക്കളെ കല്യാണം കഴിഞ്ഞും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഖ സൗകര്യത്തിനുണ്ടെങ്കിൽ മുറികളൊക്കെ അനാവശ്യമായിട്ട് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുക്ക ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് തെക്ക് ഭാഗത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് വളരെ വളരെ സൂക്ഷിക്കണം. വാസ്തുശാസ്ത്രപരമായിട്ട് നല്ല അറിവുള്ള ആൾക്കാരെ വിളിച്ച് കാണിച്ചാൽ മാത്രമേ ഈ തെക്ക് ഭാഗത്തേക്ക് എക്സ്റ്റൻഷൻ പാടുള്ളൂ. ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. തെക്ക് ഭാഗം പരിഹാരമൊക്കെ അതും ഇതൊക്കെ പറയാന്നല്ലാതെ അത് അറിയത്തക്ക ഒരാളെ വിളിച്ച് കാണിച്ചിട്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ മാറ്റങ്ങൾ ചെയ്യും കേട്ടോ. ഞങ്ങള് ഒരു സ്ഥലം വിളിച്ചപ്പം പറഞ്ഞനുസരിച്ച് പിന്നെ ഇത് എയർ ഹോള് മാറ്റാൻ പറഞ്ഞു. ജനല് നടുക്കത്തെ ഹാളിനൊരു ഭിത്തിയിലൊരു ഹോൾ ഇടാൻ പറഞ്ഞു. ഹോളിട്ട് പിന്നെ പഴയ വീടിട്ട് പാസ് ചെയ്യുന്ന കാറ്റ് പാസ് ചെയ്യുന്നത് അതല്ല വഴി. വീട് വലുതായതുകൊണ്ട് കിഴക്ക് വശത്തെ പടിഞ്ഞാറത്തെ ജനലുകളും ഉണ്ട്. അപ്പൊ നടുക്കത്തെ ഭിത്തിയിലൊരു ഹോൾ ഇടാൻ പറഞ്ഞു. അതായത് ഈ ഹോൾ ഇടുക എന്നൊക്കെ പറയുന്നത് കർണം, അതായത് സൂത്രങ്ങൾ ഓപ്പൺ ചെയ്യണം അതിനെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ വ്യക്തമായ അറിവുള്ള ആൾക്കാരാണ് അതിന്റെ ശാസ്ത്രത്തിലേക്ക് ഈ ഹോളോട് കൊടുക്കാൻ പറ്റും. അല്ലാതെ വെറുതെ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെ ഹോളോട് ഇവിടെ ഹോളോട് യാതൊരു കാര്യമില്ല. അത് മർമ്മസൂത്രങ്ങൾ നോക്കിയിട്ട് വേണം അത് ചെയ്യേണ്ടത് കേട്ടോ. അത് എന്തായിരുന്നാലും ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ തെക്ക് ഭാഗത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്തതോടുകൂടിയാണ് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായിട്ട് അറിയാവുന്ന ഒരാളിനെ വിളിച്ചുകൊണ്ട് കാണിച്ചിട്ട്, ഇത് ആരുടെ കണക്കുള്ള വീടാണോ? വാർത്ത വീട്. അപ്പൊ തീർച്ചയായിട്ടും പരിഹരിക്കാൻ സാധിക്കും കേട്ടോ. അറിവുള്ള ഒരാളിനെ വിളിച്ച് കാണിച്ച് ശരിയായിക്കുള്ളൂ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഞാനിവിടെ ദുബായിൽ 2 കൊല്ലമായി ഹൗസ് മെയ്ഡിന്റെ ജോലി ചെയ്യുകയാണ്. പരമസുഖം. 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് വിസയ്ക്ക് അപേക്ഷിച്ചു. ഇന്ത്യൻ എംബസി എന്റെ ജോബ് കോൺട്രാക്ട് ലെറ്റർ അറ്റസ്റ്റ് ചെയ്തു.
വിദേശത്ത് നിങ്ങൾ എപ്പോൾ ജോലിക്കായി വന്നാലും വർക്ക് വിസയും കോൺട്രാക്ട് ലെറ്ററും പിന്നെ ഏജന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ ഹൗസ് മെയ്ഡിന്റെ ജോലിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഏതുതരം ചൂഷണത്തിനും ഇരയായി തീരാം. പ്രവാസി ഭാരതീയ കാര്യ മന്ത്രാലയം, ഭാരത സർക്കാർ. ആഹാ ഗൗരി, എങ്ങോട്ടാ യാത്ര? ആഹാ, നമ്മുടെ ഒരു പരിചയക്കാരൻ ഗൾഫിൽ ഗൗരിക്ക് ഒരു വീട്ടുജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവള് 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ. മാത്രമല്ല പ്രായത്തിൽ അവള് 30 വയസ്സിന് താഴെയാണോ? നിങ്ങൾ സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോള് വഞ്ചിക്കപ്പെട്ടേനെ. 30 വയസ്സിന് താഴെ പ്രായമുള്ളവർ 10ാം ക്ലാസ് പാസ്സല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ വീട്ടുപണിക്ക് പോകുന്നത് നിയമവിരുദ്ധ. ആളുകൾ എന്തും പറയും. ഒരു രജിസ്റ്റേർഡ് ഏജന്റ് വഴി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഇന്ത്യൻ എംബസി മുഖേന അറ്റസ്റ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? പ്രവാസി ഭാരതീയ കാര്യ മന്ത്രാലയം, ഭാരത സർക്കാർ. മീനു, ലഞ്ച് ബോക്സ് അവിടെ ഉണ്ട്. പേഴ്സ്. ഓക്കെ, ബൈ ബൈ ബൈ. നിന്നെ വണ്ടിയുടെ ചാവി കൊണ്ടുപോ. ഇന്ന് നോ ചാവി. ഇന്നു മുതൽ ഞങ്ങൾ കാർപൂൾ തുടങ്ങുക. ഓക്കെ ബൈ. സോറി ഡോ, ലേറ്റായി. അതെ, ആ താങ്ക് യു. താങ്ക് യു എന്തിനാ? എന്റെ ഡയമണ്ട് റിങ്ങിന്. ഡയമണ്ട് റിംഗ്? ഇനി നിങ്ങൾ കാർപൂൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ വർഷം തോറും നമ്മൾ ഫ്യൂൽ ബില്ലിൽ 50,000 രൂപ വരെ ലാഭിക്കില്ലേ? അതുകൊണ്ട് ഡയമണ്ട് റിംഗ് വാങ്ങാം. എന്തായാലും സംഗതി ഒന്നേനല്ലേ. കാർപൂൾ ചെയ്യൂ, വർഷം തോറും 50,000 രൂപ വരെ ലാഭിക്കൂ. പൊതു താൽപര്യാർത്ഥം ഈ സൂചന നൽകിയത് PCR. അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ബോർഡ് എക്സാമോ മോനെ? +1. കല്യാണമാണോ കൂടുതൽ ചെയ്യുന്ന ചേട്ടൻ? അങ്ങനെയൊന്നും നോക്കുന്നില്ല അല്ലേ? ബജറ്റും കാര്യങ്ങളും ഒക്കെ വന്നു. ചേട്ടന് സന്തോഷമായോ? സംഗീത വ്യക്തിത്വങ്ങളുടെ മാന്ത്രിക സ്പർശമേറ്റ മധുരഗാനങ്ങൾ, ഒരു തൂവൽ സ്പർശം എന്ന പോലെ. ഫെതേഴ്സ്, ഇന്ന് രാത്രി 10 മണിക്ക്. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു. KLF കോക്കനട്ട് ഓയിൽ ധ്വനി, എല്ലാ വ്യാഴാഴ്ചയും രാത്രി 10 മണിക്ക്. KLF കോക്കനട്ട് ഓയിൽ ധ്വനി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോക്കോനാട് വെളിച്ചെണ്ണ. ആരെയും രുചി കൊണ്ട് കീഴടക്കും. കോക്കോനാട്, ഹെൽത്തി നാട്, ടേസ്റ്റി നാട്. മുറ്റത്തെ മുല്ലേ ചൊല്ല്, താരത്തെ നിന്നെ കാണാൻ. രാഗമല്ല, താളമാണ് പാട്ടിന്റെ ബേസ്. വെള്ളിമുകിലോടമ്മേലെ ഒരിക്കലും ഒരു പ്രണയഗാനം എഴുതുമ്പോഴും ഭാര്യയെ ഞാൻ ഓർത്തല്ല എഴുതുന്നത്. ജന്മത്തിൻ ചുണ്ടിൽ ഉപ്പിൻ കൈ. അതാണ് ഓംകാരം ശങ്കിൽ ചേരുമ്പോൾ. ഓംകാരം ശങ്കിൽ ചേരുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ വരിയങ്ങ് നഷ്ടപ്പെട്ട പിന്നെ ജന്മത്തത് കിട്ടും. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല. ഞാനൊരു പണ്ഡിതനൊന്നുമല്ല, ഞാനൊരു സാധാരണ ശ്രോതാവ്. അറ്റ്ലസ് ജ്വല്ലറി ഗീതാഞ്ജലി, ഇന്ന് രാത്രി 7:30. അറ്റ്ലസ് ജ്വല്ലറി ഗീതാഞ്ജലി ബ്രോട്ട് യു ബൈ. ഇനി ആഭരണങ്ങൾ വാങ്ങുന്നത് അറ്റ്ലസിൽ നിന്ന് മാത്രം. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ദഫ്മുട്ടിന്റെ താളപ്പെരുക്കങ്ങൾ, മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾ, ഒപ്പനയുടെ പദചലനങ്ങൾ, കോൽക്കളിയുടെ ദ്രുതതാളങ്ങൾ. ലോകമലയാളികളുടെ മുമ്പിൽ മാപ്പിള കലാരൂപങ്ങളുമായി എത്തുന്നു മെഹർബ. മാപ്പിള കലാരൂപങ്ങളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തികൾക്ക് ഇതിൽ പങ്കെടുക്കാം. ഞങ്ങളുടെ വിലാസം: ദി പ്രൊഡ്യൂസർ, മെഹർബ, ജയ്ഹിന്ദ് TV, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് 9744848887 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തുശാസ്ത്രത്തെ കുറിച്ചാണ്. അതിഥിയായി എത്തിയിരിക്കുന്നത് വാസ്തു ആചാര്യനും
വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റുമായ ശ്രീ കെ മുരളീധരൻ നായർ. സർ, ഒരു വാസ്തുദോഷം സംഭവിച്ച വീട് കറക്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പൂജ ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്ത് പൂജയാണ് ചെയ്യേണ്ടത്? വാസ്തു ദോഷം സംഭവിച്ച വീട് കറക്റ്റ് ചെയ്ത ശേഷം പല പൂജകളും ചെയ്യുന്നുണ്ട്. സാധാരണ പണ്ടൊക്കെ ഗണപതി ഹോമം, ലക്ഷ്മി പൂജ, പല പല പൂജകളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശൈവം വൈഷ്ണവം എന്ന് പറഞ്ഞ 2 രീതിയിലുള്ള പൂജകളുണ്ട്. അതിൽ ഈ സത്യനാരായണ പൂജ നല്ല എഫക്റ്റീവാണ്. അത് ആൾക്കാർക്ക് അധികം അറിഞ്ഞുകൂടാ. ഇപ്പോൾ വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ ആ പൂജ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, കോട്ടക്കൽ ഈ പൂജ വളരെ ശക്തമാണ്. സത്യനാരായണ പൂജ അതിൻ്റെ പ്രത്യേക സാക്ഷാൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ഒരു കലശത്തിൽ ആവാഹിച്ചിരുത്തി ആണ് ആ പൂജ ചെയ്യുന്നത്. നല്ല മനോഹരമാണ് ആ പൂജ കാണാൻ കേട്ടോ. നല്ല പവറാണ്. ഈ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക്, ബിസിനസ് തകർന്ന് കിടക്കുന്ന ആൾക്കാർക്ക് ഈ വീടിനൊക്കെ ദോഷമായിട്ട് വന്നിട്ട് ഈ സത്യനാരായണ പൂജ ചെയ്യും. പക്ഷെ അത് പഠിച്ച ആൾക്കാരെ വിട്ടാണ് ആ പൂജ ചെയ്യുക. എല്ലാവർക്കും സത്യനാരായണ പൂജ ചെയ്യാൻ അറിഞ്ഞുകൂടാ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പെരിയ നമ്പിമാര് അവർ ചെയ്യും. പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ അതുപോലെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് അവിടുത്തെ ഹെഡായിട്ടിരിക്കുന്നവർ അവരൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പൂജ ചെയ്യാൻ യോഗ്യതയായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ സമയം വിളിച്ചെടുത്തൊക്കെ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. സാധാരണ ഇപ്പോഴ് കൈ കിട്ടുന്ന പോറ്റിമാരൊക്കെ ചെയ്യിപ്പിക്കും. ആരും കുറ്റം പറയുന്നതല്ല. സത്യനാരായണ പൂജ ചെയ്യാൻ അറിയത്തക്ക ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചാൽ അത്രത്തോളം ഗുണമായിരിക്കും. ഒരു വീടൊക്കെ നമ്മൾ കുറേയൊക്കെ വാസ്തുപരമായി കുറേ കറക്റ്റ് ചെയ്തിരുന്നാലേ അപ്പോൾ അതിനായി ആ പൂജ കൂടി ചെയ്താൽ ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? മണി. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. സാറ്, ഞങ്ങളുടെ വീട് വെച്ചിട്ട് ഇപ്പൊ 20 വർഷമായി. പിന്നെ കിഴക്ക് തെക്ക് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുമാണ് 2 ബെഡ്റൂം ഉള്ളത്. കന്നിമൂലയ്ക്ക് വിളക്കടിക്കുന്ന മുറിയായിരുന്നു. അതിന്റെ ഫ്രണ്ടിലായിട്ട് ബാത്റൂം ഉണ്ട്. ഈ